കറി എങ്ങനെയുണ്ട്? അടിപൊളി. കഴിച്ചോ. സോ ഈ അടിപൊളി സാധനമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ കരുനാഗപ്പള്ളിക്കാരുടെ ഒരു സ്റ്റൈൽ ആൻഡ് വിഭവമുണ്ട്, നമ്മുടെ ഒരു കൊഞ്ചിൻ്റെ ഒരു വെറൈറ്റി സാധനം, കൊഞ്ചലത്തിയത്. സോ അത് നമ്മൾ കടുകൊക്കെ വറുക്കണം. അതിനുശേഷം കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക് ആൻഡ് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ആ എണ്ണയിലിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ അപ്പുറത്തൊരു പാനിൽ ഈ കൊഞ്ചും കൂടെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെക്കണം. സോ ഈ കൊഞ്ച് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് നമുക്ക് വഴട്ടിയെടുക്കാം. ഇൻ ബിറ്റ്വീൻ നമുക്ക് കൊഞ്ച് അവിടെ വേവുകയും ചെയ്യും. ആൻഡ് വേദു ദ ലിറ്റിൽ ഹെൽപ്പർ നമ്മുടെ അടുക്കളയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാചകമൊക്കെ നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞാൽ തക്കാളിക്ക് പുളിയില്ല എന്ന്, അതുകൊണ്ട് അമ്മ 2-3 നമ്മുടെ കുടംപുളി ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഈ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് വേവുമല്ലോ. കൊഞ്ചൊന്ന് വെള്ള കളറിലായി വരുമ്പോഴത്തേക്കും ഈ കൊഞ്ചും വെള്ളവും കൂടെ എടുത്തിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തതിനകത്ത് വെച്ചിട്ട് ഒഴിക്കണം. അതിനുശേഷം അതിനകത്ത് കുറച്ച് ഉലുവയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആൻഡ് വേദു അവസാനം ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ സൂപ്പർ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റാണ്. സെക്കൻഡ് ഡേ കഴിക്കാനാണിത് സൂപ്പർ, നല്ല ടേസ്റ്റ്. സോ എല്ലാവരും നമ്മുടെ കരുനാഗപ്പള്ളി കൊല്ലംകാരുടെ ഈ കൊഞ്ചലത്തിയത് ഷുഡ് ട്രൈ. ഓക്കെ, പ്രത്യേകിച്ചും അമ്മ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്.